എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ശക്തി ലഭിച്ചാൽ, പിന്നെ നമുക്ക് നമ്മൾ ഇന്നായിരിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങാൻ കഴിയില്ലെന്ന് അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു. ഈ ശക്തി നമ്മെ ഭൂമിയുടെ അറ്റം വരെ അത്ഭുത സാക്ഷികളാക്കും. ഇതാരോടുള്ള ഒരു ആലോചനയാണ്? ആരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുവോ അവരോട് എല്ലാവരോടും ഉള്ളതാണ്. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് സുവിശേഷ വേലക്കാർക്ക് മാത്രം. ഒന്നില്ലെങ്കിൽ അപ്പോസ്തലനായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഫറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആയിരിക്കണം, ഒരു സുവിശേഷകനോ ഒരു ടീച്ചറോ ദൈവവചനവുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേലക്കിറങ്ങിയവർക്ക് വേണ്ടിയുള്ളതാണ് ഭൂമിയുടെ അറ്റം വരെ. ആര് പറഞ്ഞു? നിങ്ങളൊരു ജോലിക്ക് വേണ്ടി മാത്രം ഒരു രാജ്യത്ത് പോയി സെറ്റിലാകാനുള്ള വ്യക്തിയല്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ വന്ന പരിശുദ്ധാത്മാവ് എന്തിന് നിങ്ങളിൽ വന്നു? നല്ല കുടുംബജീവിതം നയിക്കാൻ മാത്രമാണോ? അല്ല, അതിനുവേണ്ടി കൂടിയാണ്. കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താനാണോ? അത് മാത്രമല്ല, എന്നാൽ അതിനു വേണ്ടി കൂടിയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ ഒരു കൊച്ചു വീടിനെ മാത്രം ഫോക്കസ് ചെയ്യാനല്ല പരിശുദ്ധാത്മാവ് നമുക്ക് വന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത് നമ്മുടെ എല്ലാ പരിമിതികളെയും പൊളിച്ചു കളയാനാണ്. ഈ ദിവസങ്ങളിൽ കേൾക്കുന്നതെല്ലാം പരിമിതി പൊളിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. ഈ ഭൂമിയുടെ മുഴുവനും പരിമിതി പൊളിഞ്ഞു പോയത് പാഴ്ശൂന്യമായ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോഴാണെന്ന് ഉൽപ്പത്തി 1 തുടങ്ങുന്നത് അതാണ്. ഭൂമി പാഴ്ശൂന്യമായിരുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ പാഴ്ശൂന്യമായ അന്തരീക്ഷത്തെ ഇനിയും പൊളിക്കാൻ ചിലരെ ദൈവമാക്കിയിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവുള്ളവരെയാണ്. ആദിയിൽ പരിശുദ്ധാത്മാവാണ് ഭൂമിയുടെ മേൽ വ്യാപരിച്ചത്. ഇപ്പോൾ പരിശുദ്ധാത്മാവുള്ളവരിലൂടെയാണ് ഭൂമിയുടെ മേൽ ഈ വ്യാപാരം നടക്കുന്നത്. നമ്മൾ പോകുന്നിടത്ത് അന്തരീക്ഷം ഉണ്ടാകും, നമ്മൾ സംസാരിക്കുമ്പോൾ ആ അന്തരീക്ഷം ഉണ്ടാകും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അന്തരീക്ഷം ഉണ്ടാകും, നമ്മൾ ആരാധിക്കുമ്പോൾ ഈ അന്തരീക്ഷം ഉണ്ടാകും, നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ അന്തരീക്ഷം ഉണ്ടാകും, നമ്മളൊരു തമാശ പറയുമ്പോൾ പോലും ഈ അന്തരീക്ഷം അവിടെ റിലീസാകും. അപ്പോൾ ഈ അന്തരീക്ഷത്തെ പാഴ്ശൂന്യമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ റിലീസ് ചെയ്യണം. അത്രയും സ്ഥലത്ത് വിടുതലുണ്ടാകും. യെഹെസ്കേൽ 37:1-10 വരെ നിങ്ങൾ ഇന്ന് വായിക്കണം. യെഹെസ്കേലിനെ അസ്ഥി താഴ്വരയിൽ നിർത്തി അന്തരീക്ഷം മുഴുവനും യെഹെസ്കേൽ ചില വാക്ക് പറഞ്ഞപ്പോൾ മാറി. അവർ ആ അസ്ഥികൾ ജീവിച്ചൊരു സൈന്യമായി എഴുന്നേറ്റതാണ് താൻ കാണുന്ന വലിയ ദർശനം. ഇതുപോലെ നമ്മൾ പോകുന്ന പാഴും ശൂന്യമായ അന്തരീക്ഷങ്ങളെ മുഴുവനും മാറ്റിമറിക്കാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് എന്ന സത്യം അറിയണം. 1 യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ സത്യത്തിൽ നമുക്ക് ബലപ്പെടാം. ചേർന്ന് പാടി നമുക്ക് ഈ അനുഗ്രഹം തന്ന യേശുവിനെ ആരാധിക്കാം. പ്രണയമാണ് എനിക്ക്, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്ക്, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്ക്, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്ക്, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാദരമിന്നു വന്നു, എന്നെയൊന്നു ചുംബിക്കട്ടെ, വെണ്മയും ചുവപ്പുമുള്ള എന്റെ
യേശു തമ്പുരാനെ നിന്നാധാരം ഇന്നു വന്നു എന്നെയൊന്നു ചുംബിക്കട്ടെ പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ് പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ നിന്നോട് പ്രണയമാണ് 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 അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 30 മുതൽ വീണ്ടും ഒന്നുകൂടി വായിക്കുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ കഴിയും, നിങ്ങൾക്ക് ജയിലിൽ അടക്കാൻ കഴിയും, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് പീഡിപ്പിക്കാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അതാണ് ഇവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ദൈവം തന്നെ മോശയോട് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, മുൾപ്പടർപ്പിൽ പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. അതിൻ്റെ അർത്ഥം യേശു വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ദൈവത്തിന് അവർ ജീവിച്ചിരിക്കുന്നു. അവരെല്ലാം പറുദീസയിലുണ്ട്. ഈ ശുഭമ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ആ സ്ഥലത്തിരിക്കുന്നു. ധനവാൻ ആ കാഴ്ച കാണുകയാണ്, അബ്രഹാമിൻ്റെ സ്ഥലത്ത് ലാസർ ഇരിക്കുന്നു. അപ്പോൾ ജീവനുള്ള ദൈവം, ജീവനുള്ളവരുടെ ദൈവം, ഇതാണ് നമ്മളവിടെ കാണുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ പഴയ നിയമ വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ അരികിലുണ്ട്. അവരെ പറുദീസയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ യേശുവിൻ്റെ വരവോടുകൂടി നമ്മളും ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, അല്ലെങ്കിൽ കല്ലറയിൽ കിടക്കുന്നവർ അവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് നിത്യതയിൽ ചെല്ലുമ്പോൾ ഈ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ, ഹാനോക്കിനെ എല്ലാം കാണും. കർത്താവിൻ്റെ ഉയർപ്പിനാൽ ഉയർത്തെഴുന്നേറ്റവരെല്ലാം പഴയ നിയമ വിശുദ്ധന്മാരെ കാണും. നമ്മുടെ കർത്താവ് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. ഇതാണ് അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മരത്തിൽ തൂക്കിക്കൊല്ലാൻ കഴിയും. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊല്ലുമ്പോൾ നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ, നീ മശിയാണെങ്കിൽ ഇറങ്ങി വന്ന്? ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇറങ്ങി വരാഞ്ഞത്? എന്തുകൊണ്ടാണ് ഒരു ബറ്റാലിയൻ ദൂതന്മാർ ഇറങ്ങി വന്ന്
ആ ചേവകർ പോരാടാഞ്ഞത്? എന്തുകൊണ്ട് ദൂതന്മാർ ഇറങ്ങി വന്ന് നിങ്ങൾ ക്രൂശിക്കാൻ നേരത്ത് തടഞ്ഞില്ല? വലിയ സൈന്യമുള്ള രാജാവിനെ നിങ്ങൾ ക്രൂശിക്കുമ്പോൾ ദൂതന്മാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അവർക്ക് അവരുടെ രാജാവിനെ കുറിച്ചൊരു കാര്യം അറിയാം. ഞങ്ങളാരും ഇടപെടേണ്ട ആവശ്യമില്ല, ഞങ്ങളവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവൻ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്. അവന് ദൂതന്മാരുടെ കാവലിൻ്റെ ആവശ്യമില്ല. അവനെ സഹായിക്കാൻ ആരുടെ ഔദാര്യം വേണ്ട. അവൻ എൽ ഷദായിയാണ്. അവൻ ധാരാളമായി കൊടുക്കുന്നവനാണ്. അവൻ ധാരാളമായി സഹായിക്കുന്നവനാണ്. അവൻ സംരക്ഷിക്കുന്നവനാണ്. അബ്രഹാമിന്റെ അടുക്കൽ 99 വയസ്സിൽ ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൽ ഷദായിയാണ്, എടാ നിനക്കൊരു കുറവും വരില്ല എന്ന് പറഞ്ഞ ദൈവമാണ് ആ ക്രൂശിൽ കിടന്നത്. നിങ്ങൾ ഒത്തിരി വെല്ലുവിളിച്ചില്ലേ? നീ മശിയാണെങ്കിൽ ഇറങ്ങി വാന്ന് പരിഹസിച്ചില്ലേ? നിങ്ങൾ നിലത്ത് തുപ്പിയില്ലേ? നിങ്ങൾ മുഖത്തു തുപ്പിയില്ലേ? നിങ്ങൾ കന്ന തടിച്ചില്ലേ? നിങ്ങൾ മുൾക്കിരീടം ധരിപ്പിച്ചില്ലേ? നീ പ്രവാചകനാണെങ്കിൽ പ്രവചിക്കാന്ന് പറഞ്ഞില്ലേ? രാജാവെ ജയ ജയാന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? എന്തുകൊണ്ട് അവൻ രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു? അവന് അറിയാം ഇതെല്ലാം സംഭവിക്കണം. അതുകൊണ്ട് അവൻ നിന്ന് തന്നതാണ്. എന്തിനാണ് അവൻ ഇത് സഹിച്ചെന്നറിയാമോ? പത്രോസിനൊക്കെ പുരോഹിതന്മാരോട് പറയാനുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയാണ്. പാപികളിൽ പാപികളായ, മീൻപിടുത്തക്കാരായ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത, ആർക്ക് സഹായിക്കാൻ കഴിയാത്ത പാപികളിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചതാണ്. അവൻ്റെ അടിപ്പിണരുകളെല്ലാം ഞങ്ങളുടെ സൗഖ്യത്തിനാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗഖ്യം കിട്ടാൻ അവൻ നിന്നുകൊണ്ടതാണ്. അവൻ മുൾക്കിരീടം ധരിച്ചത് ഞങ്ങളുടെ ശാപത്തിൻ്റെ പരിഹാരത്തിനാണ്. ഞങ്ങളിന്ന് അനുഗ്രഹീതരാണ്. അവൻ ഞങ്ങളുടെ ശാപങ്ങളെ ക്രൂശിൽ വഹിച്ചു. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ശാപങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും. ഇതെല്ലാം പറയുമ്പോൾ ഈ പുരോഹിതന്മാർക്ക് ഒത്തിരി രോഗങ്ങളുണ്ട്. കാരണം കൊഴുത്ത സാധനമല്ലേ തീറ്റ. നല്ല പോത്തിറച്ചി, മാട്ടിറച്ചിയാണ് തീറ്റ. അതായത് ദേവാലയത്തിൽ യാഗം കഴിക്കാൻ വരുന്ന എല്ലാവരുടെയും ആ യാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവന്മാരാണ് ബാർബിക്യൂ ഉണ്ടാക്കി തിന്നുന്നത്. നല്ല പോത്തിൻ്റെ, ആടിൻ്റെ ഏറ്റവും നല്ല പീസ്, മേധസ്, നല്ല കൊഴുപ്പുള്ള ഫാറ്റുള്ള സാധനം തിന്ന് ഇവന്മാർക്കെല്ലാം കൊളസ്ട്രോളാണ്, ഫാറ്റി ലിവറാണ്. ഇവന്മാർക്കൊന്നും ആരോഗ്യമില്ല. ഇതെല്ലാം ഇങ്ങനെ വണ്ണിച്ച് വലിയ വസ്ത്രം ധരിച്ച് വലിയ മോടിയോടെ നിൽക്കുന്നെങ്കിലും ഇവന്മാർക്ക് ആരോഗ്യ പ്രശ്നം ഒത്തിരിയുണ്ട്. എൻ്റെ ഭാഷയിലാണ്, ഇവർക്കെല്ലാം ആരോഗ്യ പ്രശ്നമുണ്ട്. എന്നാൽ ഇവർക്ക് സൗഖ്യം വേണ്ട. കാരണം അന്ന് വൈദ്യന്മാര് ഇവർക്ക് നല്ല മരുന്ന് കൊടുക്കുന്നുണ്ട്, മരുന്ന് കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ പത്രോസ് വെല്ലുവിളിക്കുകയാണ്, യേശുവിൽ വിശ്വസിക്കാമോ? അവൻ മരിച്ചവൻ ഉയർപ്പിക്കുന്നവനാണ്. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. എവിടെ നിന്ന് പറയുന്ന അപ്പോസ്തലന്മാർ. അവനെ കൈക്കൊള്ളുന്നവർക്ക് ഇതെല്ലാം അനുഗ്രഹമാണ്. ഇന്ന് നമുക്കുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം, ഒത്തിരി പേര് ഇത് വേണ്ടെന്ന് വെച്ചപ്പോൾ നമ്മൾ യേശുവേ ഈ അനുഗ്രഹം എനിക്ക് വേണം, ഞാൻ മരുന്നിലോ മരുന്ന് കഞ്ഞിയിലോ കഴിവുകളിലോ സമ്പത്തിലോ കുതിരകളിലോ രഥങ്ങളിലോ ജോലിയിലോ മക്കളിലോ ആശ്രയിക്കുന്നില്ല. ഞങ്ങളുടെ മുഴുവനും ആശ്രയം അങ്ങാണ്. ഞങ്ങൾ അങ്ങയുടെ ചിറകിൻ്റെ കീഴെ വരികയാണ്. യേശു ഒരിക്കൽ യെരുശലേമിനെ നോക്കി കരഞ്ഞു, യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ കാക്കുന്നത് പോലെ നിങ്ങളെ കാക്കാൻ എനിക്ക് പലവട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ സങ്കടം നിങ്ങളെ മുഴുവനും കാക്കുവാൻ. എത്ര ലക്ഷം പേര് എൻ്റെ ചിറകിൻ്റെ കീഴെ വരുന്ന അത്രയും പേരെ സൗഖ്യമാക്കാൻ എനിക്ക് മനസ്സുണ്ട്, നിങ്ങൾക്ക് മനസ്സായില്ല. ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. തൊട്ടു, കുഷ്ഠരോഗി സൗഖ്യമായി.
അപ്പോൾ ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തുന്നവരെ മാത്രം സൗഖ്യമാക്കാനാണ് യേശുവിന് മനസ്സ്? യേശുവിൻ്റെ അടുക്കൽ വരുന്ന മുഴുവൻ ജനത്തെയും, യേശു ഒരു പട്ടണത്തെ നോക്കിയാണ് കരയുന്നത്. യെരൂശലേമേ, നിങ്ങളെ മുഴുവനും സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും. ഈ ഭൂമിയെ നോക്കി കർത്താവ് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്ന 800 കോടി ജനത്തെയും ഞാൻ സൗഖ്യമാക്കും. മുഴുവൻ ജനത്തെ ഞാൻ സൗഖ്യമാക്കും. മുഴുവൻ ജനത്തിൻ്റെ പാപത്തെ എനിക്ക് മോചിക്കാൻ കഴിയും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ഒരു സത്യം വിളിച്ചു പറയാനാണ് ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം. അതായത് ഇത് പറയുന്നത് കൊണ്ട് ഏറ്റെടുക്കാതിരിക്കുക. പറയുന്ന ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു, എൻ്റെ കൂടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നു. ഇത് കേൾക്കുന്നവർ ഇതിനെ എങ്ങനെ എടുക്കുന്നുവോ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഈ ഭൂമിയിലുള്ള ഏത് ചിന്തകളെക്കാൾ സത്യമായ ചിന്ത, യാഥാർത്ഥ്യം, ഇത് വിളിച്ചറിയിക്കുന്നതിൽ എനിക്ക് പ്രതിഫലമാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ യൗവനക്കാരായ സഹോദരങ്ങൾക്ക് പ്രതിഫലമാണ്. ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്നവർക്ക്, ഇതിനു വേണ്ടി പണം മുടക്കുന്നവർക്കും പ്രതിഫലമാണ്. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. വായിച്ച് കേൾപ്പിക്കുക, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇതൊന്നും മുദ്രയിടാതെ തുറന്ന് പറയുകയാണ്. ആകാശവും ഭൂമിയും മാറിയാലും ഇത് മാറിപ്പോകില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി ഈ സത്യങ്ങൾ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി, യേശു ക്രിസ്തുവിലൂടെ നിറവേറിയ, കാൽവരി ക്രൂശിൽ നിറവേറിയ വലിയ മഹാജയം, അത് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. എന്തുകൊണ്ടാണ് പത്രോസിന് പേടിയില്ലാത്തത്? എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് മഹാപുരോഹിതന്മാരുടെ വാളിൻ്റെ മുൻപിൽ പേടി വരാത്തത്? അവർക്കറിയാം, മരണത്തെ ജയിച്ച ഒരുവനുണ്ട്. നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ കഴിയും, എന്നാൽ ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയവർ ഞങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളോടുകൂടെ സൈന്യമുണ്ട്, ഞങ്ങളോടുകൂടെ അഗ്നിമയ രഥങ്ങളുണ്ട്. നിങ്ങളോടുകൂടെ കൊല്ലുന്നവരുണ്ട്, ഞങ്ങളോടുകൂടെ ഉയർപ്പിക്കുന്നവനുണ്ട്. ആമേൻ. എത്ര പേര് ഇതിന് ആമേൻ പറയും? ഉയർപ്പിക്കുന്നവൻ കൂടെയുണ്ടെങ്കിൽ കൊല്ലുന്നവനെ എന്തിനു പേടിക്കണം? അതുകൊണ്ട് യേശു പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനുണ്ട്. കൊന്നിട്ട് ഉയർപ്പിക്കും. എന്നിട്ട് ന്യായവിസ്താരത്തിൽ നിർത്തി ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്കാത്ത പ്രതിഫലം തന്ന് ചിലതിനെ തീയിലേക്കും ചിലതിനെ നിത്യതയിലേക്കും സ്വർഗപരീതീസയിലേക്കും മാറ്റുന്നവൻ ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ്. അവനെല്ലാം കാണാം. അഗ്നിജ്വാലക്കൊത്ത കണ്ണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? കാഴ്ചയുമുണ്ട്, ഒപ്പം വെളിച്ചവുമുണ്ട്. നല്ല വെളിച്ചത്തിലെല്ലാം കാണാം, ഉള്ളിലുള്ള ചിന്തകൾ കാണാം, എല്ലാ പാപങ്ങളും അവന് കാണാം. അതുകൊണ്ടാണ് ശമരിയക്കാരിയോട് പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇന്നലകൾ അറിയാം, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല, ഇന്നുകൾ അറിയാം. എന്നാൽ നിനക്ക് ജീവനുള്ള വെള്ളം വേണം. നിന്റെ നാളുകളിൽ നീ ഒരു ഭർത്താവിൻ്റെ പുറകെ പോകില്ല, ഇനി ഒരു പാപ വഴിയിൽ നീ പോകണ്ട. നിന്റെ നാളുകൾ ഭദ്രമാക്കാൻ എനിക്ക് കഴിയും. അവൾ ആ പാത്രം അവിടെ വെച്ചിട്ട് ശമരിയിലേക്ക് ഓടി, മശികായെ കാണിച്ചു കൊടുക്കാൻ. അവരെല്ലാം ഓടി വന്നു. യേശു ശമരിയെ ചെന്ന് 2 ദിവസം പാർത്തു. അതിനുശേഷം അവര് പറഞ്ഞു, നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ യഥാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്നു. നിന്റെ കെയർ ഓഫിൽ ആണ് തുടങ്ങിയതെങ്കിലും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. യേശു അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് വായിക്കുന്നില്ല, എന്നാൽ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. ഒരു അത്ഭുതം കണ്ടില്ലെങ്കിലും യേശുവിനെ മനസ്സിലായോ? അതാണ് ജീവിത വിജയം. ഈ യേശു കർത്താവിനെ പരസ്യമായി പറയുവാൻ നമുക്ക് വീണ്ടും കർത്താവ് കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വചനങ്ങളുടെ സത്യങ്ങൾ ആയിരങ്ങളോട് പറയാൻ, ഈ സത്യങ്ങളിൽ മാത്രം ജീവിക്കുവാൻ കൃപ തരണമേ. യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ നിറഞ്ഞ സത്യത്തിൽ നടക്കുവാൻ വീണ്ടും 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 കൃപ തരണേ. ഞങ്ങൾ ഈ വഴി വിട്ട് ഒരിക്കലും മാറാതെ, ഈ കൃപ വിട്ടു പോകാതെ, പിന്മാറിപ്പോകാതെ കർത്താവിലേക്ക് ഓരോ ദിവസവും മടങ്ങി വരുവാൻ
ഞങ്ങളെ ശക്തീകരിക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും സൗഖ്യമാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും അഭിവൃദ്ധിപ്പെടട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തിക മേഖലകൾ തുറന്നു വരട്ടെ. ഞാനിവരെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഓരോ ദിവസം കഴിയുന്തോറും അനുഗ്രഹത്തിൻ്റെ മീതി അനുഗ്രഹമുള്ളവരാ. ബൈബിളിൽ എന്തെല്ലാം അനുഗ്രഹം പറയുന്നുവോ അത് മുഴുവനും നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.